ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളുള്ളത് ഗോപാലസ്വാമി പേട്ടുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലയാണ് ഗോപാലസ്വാമി ബേട്ട. ഏകദേശം 1450 മീറ്ററിലധികം ഉയരം വരുന്ന ഈ മലയ്ക്ക് മുകളിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഗുണ്ടൽപേട്ട എത്തി, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഹങ്കളയിലെത്തി, അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് ഏകദേശം 3 കിലോമീറ്റർ പോയാൽ ഗോപാലസ്വാമി മലയുടെ അടിവാരത്തെത്തും. ഈ വഴിയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങളും പശുക്കളെയും മാടുകളെയും കുന്നുകളും മലകളും എല്ലാം കണ്ട് അതിമനോഹരമായ രീതിയിലുള്ള ഒരു യാത്ര തന്നെയാണ് ഈ റൂട്ടിലൂടെ. അടിവാരത്തെത്തിയാൽ അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കർണാടക KSRTCയിലാണ് മുകളിലേക്കുള്ള യാത്ര. അതിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന വരിയാണ് കേട്ടോ ഇത്. KSRTCയിൽ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് 70 രൂപയാണ്. അടിവാരത്ത് നിന്നും ഗോപാലസ്വാമി പേട്ട ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. റോഡിന്റെ ഇരുവശത്തും വലിയ കൊക്കകളും ചുറ്റും കാടുകൊണ്ട് മൂടപ്പെട്ട സ്ഥലവും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹെയർപിൻ വളവുകളും ഒരു സാഹസിക യാത്ര തന്നെയാണിത്. കോടമഞ്ഞും തണുത്ത കാറ്റും മഴയും വെയിലുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാറി മാറി വരും. അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. വനം കൊള്ളക്കാരനായ വീരപ്പൻ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടായിരുന്നു അത്രേ. വീരപ്പനെ പിടിയിലാക്കുന്നതിനു വേണ്ടി ടാസ്ക് ഫോഴ്സുകൾ ഇവിടെ നിരവധി ഓപ്പറേഷനുകൾ നടത്തിയിരുന്നു. ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വീരപ്പൻ പല തവണ ഇവിടെ വന്നു പോയിട്ടുണ്ട്. 14ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കും. കൃഷ്ണനും രാധയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് കർണാടക മോഡലിലുള്ള ഭക്ഷണമാണ് പ്രസാദം. ഒരു വഴിപാട് പോലെ ഇത് കഴിച്ചാണ് ഇവിടെ വരുന്ന സഞ്ചാരികളുടെ മടക്കം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ആരും മറക്കല്ലേ. ക്ഷേത്രത്തിന് ചുറ്റും വൈദ്യുത കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കടന്ന് ആനക്കൂട്ടം എത്തും. ഇവരെ നേരിടാൻ സായുധരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. സന്ധ്യാപൂജ കഴിഞ്ഞ് പൂജാരി ഇറങ്ങുന്നതോടെ ഇവിടെ വന്യജീവികളുടെ താവളമായി മാറുന്നു. പിറ്റേന്ന് പുലർച്ചെ മുതൽ സഞ്ചാരികൾ വീണ്ടും എത്തിത്തുടങ്ങുന്നതോടുകൂടി ഇവരെല്ലാം പിൻവാങ്ങുന്നു. ക്ഷേത്രത്തിന് ചുറ്റും പുൽമേടുകളും കാടും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ചുട്ടുപൊള്ളുന്ന കർണാടകയിലെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മലമുകളിലെ അന്തരീക്ഷം. ക്ഷേത്രത്തിന് ചുറ്റും നല്ല അടിപൊളി കാഴ്ചകളായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് KSRTC ബസ് കയറാൻ ക്യൂ നിൽക്കുന്ന തീർത്ഥാടകരുടെ ഒരു നീണ്ട നിരയെ തന്നെയാണ്. ഇനി ബസ്സിൽ കയറി തിരിച്ച് അടിവാരത്തേക്കുള്ള യാത്രയാണ്.